നമസ്കാരം, മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം. നടൻ ബാലയ്ക്കെതിരെ മുൻ ഭാര്യ അമൃത സുരേഷ് നടത്തിയ ആരോപണങ്ങൾ വലിയൊരു വിവാദമായി തന്നെ മാറുകയാണ്. ബാലയുടെ ഭാര്യയായിരിക്കെ തന്നെയും മകളെയും ബാല ഉപദ്രവിച്ചിരുന്നു എന്നാണ് അമൃത വീഡിയോയിലൂടെ വെളിപ്പെടുത്തിയിരിക്കുന്നത്. ബാല തന്നെ വിവാഹം കഴിക്കും മുമ്പ് മറ്റൊരു പെൺകുട്ടിയെ വിവാഹം കഴിച്ചിരുന്നുവെന്നും അക്കാര്യം മറച്ചുവെച്ചാണ് തന്നെ വിവാഹം കഴിച്ചതെന്നും അമൃത കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. ബാലയ്ക്കെതിരെ മകളും കഴിഞ്ഞ ദിവസം രംഗത്തെത്തിയിരുന്നു. ഇതിനിടെ ഇപ്പോഴിതാ ഹിമ നിവേദ് കൃഷ്ണ എന്ന യുവതിയുടെ ഒരു കുറിപ്പാണ് വൈറലായി മാറുന്നത്. ബാല എന്തുകൊണ്ട് നിയമപരമായി മകളെ കാണാൻ ഇതുവരെ ശ്രമിക്കാത്തത് എന്നാണ് കുറിപ്പിലൂടെ യുവതി ചോദിക്കുന്നത്. ഈ കുറിപ്പ് അമൃത പങ്കുവയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. നന്ദി സഹോദരി, നിങ്ങളെങ്കിലും സംസാരിച്ചല്ലോ ഞങ്ങൾക്ക് വേണ്ടി എന്ന് പറഞ്ഞാണ് അമൃത കുറിപ്പ് പങ്കുവച്ചിരിക്കുന്നത്. അമൃതയുടെ സഹോദരി അഭിരാമിയും ഈ കുറിപ്പ് പങ്കുവച്ചിട്ടുണ്ട്. കുറിപ്പിനൊപ്പം ബാലയുടെ ആദ്യ വിവാഹത്തിന്റെ തെളിവും പങ്കുവച്ചിട്ടുണ്ട്. ആ കുറിപ്പ് ഇങ്ങനെയായിരുന്നു: അച്ഛനെ സ്നേഹിക്കാൻ ഒരൊറ്റ കാരണം പോലും എനിക്കില്ല. ഒരു 12-കാരിയുടെ വാക്കുകളാണ്. ഭാര്യയും ഭർത്താവും തമ്മിൽ വഴക്കിടുന്നതും പിണങ്ങുന്നതും പിരിയുന്നതും സ്വാഭാവികമാണ്. ഇഷ്ടമല്ലാത്ത ഒരാൾക്കൊപ്പം കഷ്ടപ്പെട്ട് ജീവിക്കാതെ മാന്യമായി പിരിയുന്നതാണ് ശരി. ആ ബന്ധത്തിൽ മക്കളുണ്ടെങ്കിൽ അവരെ മാന്യമായി പോറ്റുക. ചേരലും പിരിയലുമൊക്കെ മക്കളുടെ ഭാവിയെയോ സ്വകാര്യതയോ വ്യക്തിത്വത്തെയോ ബാധിക്കാതെ സംരക്ഷിക്കേണ്ടത് ഇരുവരുടെയും ഉത്തരവാദിത്വമാണ്. വേർപിരിയലിന് ശേഷമുള്ള ജീവിതത്തിൽ ഇരുവരും പരസ്പരം തലയിടരുത്. ഇത് മാന്യമായിട്ടുള്ള രീതി. ഇന്നലെ അമൃത ബാല ദമ്പതികളുടെ കുഞ്ഞിന്റെ വീഡിയോ കണ്ടു. അതിന് ചുവട്ടിൽ ആയിരങ്ങളുടെ കമന്റും. അമ്മ പറഞ്ഞു പഠിപ്പിച്ചതല്ലേ. ആ വാക്കുകൾക്ക് താഴെ അവൾ നേരിട്ടിരിക്കുന്ന അപമാനങ്ങൾ, അറിയുന്നവരിടുന്ന കമന്റിന് പോലും ആരാധക കീടങ്ങളുടെ ആക്രമണങ്ങൾ. ഒരാളുടെ വ്യക്തി ജീവിതത്തെപ്പറ്റി അറിയില്ലെങ്കിൽ ഒരുപക്ഷം ചേർന്ന് സംസാരിക്കുക എന്നത് എത്ര മോശമാണ്. അറിയുന്നവർ പറയട്ടെ. പുറമെ ഒട്ടിച്ചു വെച്ച ചിരിയോ ആഘോഷമോ അല്ല അകത്തെ ജീവിതം. ബാല, നിങ്ങൾ വികാരാധീനനായി സംസാരിച്ചതിന് ചുറ്റും സാന്ത്വനങ്ങളുടെ കുത്തൊഴുക്കുണ്ടായിരുന്നല്ലോ. നിങ്ങൾ ഒരു വട്ടമെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ നിങ്ങളുടെ ഈ വിഴുപ്പിക്കലിൽ ഹൃദയം വേദനിക്കുന്ന നിങ്ങളുടെ മക്കളെ പറ്റി? അവൾ സ്കൂളിലും സുഹൃത്തുക്കളുടെ ഇടയിലും അനുഭവിക്കുന്ന ഒറ്റപ്പെടലിനെ പറ്റി. കൗമാരത്തിലേക്ക് കാലൂന്നുന്ന ആ കുഞ്ഞു മനസ്സിനെ നിങ്ങൾ എത്ര വലിയ ട്രോമയിലേക്കാണ് തള്ളിവിടുന്നതെന്ന്. ഓരോ ദിവസവും അവൾ സ്കൂൾ വിട്ട് വരുമ്പോൾ മാനസികമായി അവൾ എത്ര തകർന്നാണ് എത്തുന്നതെന്ന്. നിങ്ങളൊരു മനുഷ്യനാണോ? എല്ലാ മാസത്തിലെയും 2-ാം ശനി അമൃതയ്ക്ക് മെയിൽ അയച്ച ശേഷം കോടതിയിലെത്തി മകളെ കാണാമെന്ന കോടതി വിധി ഇരിക്കെ ആദ്യ 2 തവണയും നിങ്ങളെ കാത്ത് കോടതിയിൽ മകളെയും കൂട്ടി അമ്മയെത്തി. അന്നും നിങ്ങളെത്തിയില്ല. അതിന് കോടതിയിൽ രേഖകളില്ലേ? പിന്നീട് ഇന്നേ വരെ ഒരൊറ്റ തവണയെങ്കിലും നിങ്ങൾ മക്കളെ പോയി കണ്ടിട്ടുണ്ടോ? സോഷ്യൽ മീഡിയയിൽ വീഡിയോ വഴി അല്ലാതെ ഒരിക്കലെങ്കിലും ആ കുട്ടിയെ കാണണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ടോ? ഇല്ല എന്നതാണ് സത്യമെന്നിരിക്കെ എന്തിനാണ് ബാല ഈ നാടകങ്ങൾ? നിങ്ങൾ എത്രമാത്രം അമൃതയെ ദ്രോഹോപദ്രവം ചെയ്യുന്നുണ്ടെന്നും ടോർച്ചർ ചെയ്തിട്ടുണ്ടെന്നും ആ കുട്ടി പറഞ്ഞത് അക്ഷരം പ്രതി ശരിയല്ലേ? സോഷ്യൽ മീഡിയയിലെ അന്ധരായ ഫോളോവേഴ്സിനെ പറ്റിക്കാം, പക്ഷെ നിങ്ങളുടെ സ്വന്തം മനസ്സാക്ഷിയെ പറ്റിക്കാനാകുമോ? നിങ്ങളുടെ ചോരയിലെ ഈ കുഞ്ഞ്, അതിൻ്റെ ബാല്യവും കൗമാരവും ഇങ്ങനെ മാനസിക വ്യതയിലാക്കി നശിപ്പിക്കുന്ന നിങ്ങളൊരു അച്ഛനാണോ? വൈകുന്നേരം സ്കൂളിൽ നിന്നെത്തി ആരോടും മിണ്ടാതെ മുറിയിൽ അടച്ചിരുന്ന് കരയുന്ന നിങ്ങളുടെ മകളെ നിങ്ങൾക്കറിയാമോ? ആ കുഞ്ഞിൻ്റെ മാനസികാരോഗ്യത്തെ നശിപ്പിക്കാൻ നിങ്ങൾക്ക് എന്ത് അധികാരമാണുള്ളത്? നിങ്ങൾക്ക് മകളെ കാണണം എന്നത് സോഷ്യൽ മീഡിയയിൽ വീഡിയോ ചെയ്താൽ സുക്കർബർഗ് കൊണ്ടുവന്ന് കാണിക്കുമോ? അമൃതയും ബാലയും ശരിയോ തെറ്റോ ആവട്ടെ, അത് അവരുടെ ജീവിതമാണ്. ആരെ വേണമെങ്കിലും സ്നേഹിക്കട്ടെ, ജീവിക്കട്ടെ. അതിൽ എത്തി നോക്കുന്നവരോടാണ് ചന്ദന സദാശിവ എന്നൊരു പാവം കന്നഡക്കാരി പെൺകുട്ടിയെ വിവാഹം ചെയ്ത് അവളെ എത്രമേൽ നോവിക്കാം അത്രയും നോവിച്ച് ഡിവോഴ്സ് ചെയ്ത് അത് ലോകത്തെ അമൃതയെ അറിയിക്കാതെ അമൃത എന്ന 19-കാരിയെ വിവാഹം ചെയ്ത ബാലകുമാർ ചെയ്ത് ശരിയായിരുന്നു. ഈ പറഞ്ഞത് തെറ്റാണെങ്കിൽ ബാല തിരുത്തട്ടെ, നിയമ നടപടികൾ സ്വീകരിക്കട്ടെ. അമൃതയെ പിരിഞ്ഞ ശേഷം 3-ാം വിവാഹം കഴിച്ച എലിസബത്ത് എവിടെ? രക്ഷപ്പെട്ടോടിയില്ലേ? അമൃതയുടെ വ്യക്തി ജീവിതത്തിലേക്ക് കോളിടുന്നവർ ഇതിനുത്തരം പറയൂ. വിവാഹം കഴിച്ച് പിരിഞ്ഞാൽ പിന്നെ അവരെന്ത് ചെയ്യുന്നു എന്ന് പരസ്പരം എന്തിനെത്തി നോക്കുന്നു? അവരെങ്ങനെ ജീവിക്കട്ടെ? ബാലയുടെ 2-ാം വിവാഹമായിരുന്നു എന്ന് ഇന്നോളം അമൃത പാടി നടന്നിട്ടുണ്ടോ? വിഷയം നിങ്ങൾ രണ്ടുമല്ല. ആ കുഞ്ഞിൻ്റെ മനസ്സ് തകർക്കുന്നത് സാമൂഹിക പ്രശ്നമാണ്. അതിലേക്ക് നിയമം ഇടപെടണം. 2 വയസ്സുള്ള കുഞ്ഞു വരെ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന കാലമാണ്. അമ്മ ചീത്തയാണെന്ന് അച്ഛൻ ലോകം മുഴുവൻ വിളിച്ചു പറയുമ്പോൾ, അത് കൂട്ടുകാരും അധ്യാപകരും കണ്ട് കളിയാക്കുമ്പോൾ, ഒറ്റപ്പെടുത്തുമ്പോൾ നിങ്ങളുടെ മകൾ അനുഭവിക്കുന്ന മാനസിക തകർച്ചയ്ക്ക് നിങ്ങൾ എന്ത് ഉത്തരം പറയും എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു കുറിപ്പ് അവസാനിപ്പിക്കുന്നത്. You're watching me and you're watching me on metromatney.com. On metromatney.com. Metromatney.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.